കേരളത്തിലെ കൂത്തമ്പലങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ മിഴാവാണ് വെന്നിമലയിലുള്ളത്. 9-ാം നൂറ്റാണ്ടിൽ ഭാസ്കര രവിവർമ്മൻ കുലശേഖര പെരുമാൾ ക്ഷേത്ര കോയ്മ ഇളങ്കൂരിനെ ഏൽപ്പിച്ചതു മുതൽ ക്ഷേത്ര ആചാരവിധികളും കൈമാറിയതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതിൽ ക്ഷേത്രകലകളായ കൂത്തിനും കൂടിയാട്ടത്തിനും വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. കൂത്തിനും കൂടിയാട്ടത്തിനും അകമ്പടി വാദ്യമായി മിഴാവ് കൂടിയേ തീരൂ. വലിപ്പത്തിലും പഴക്കത്തിലും മുൻപിലാണ് വെന്നിമലയിലെ മിഴാവ്. കൂടിയാട്ടത്തിനും കൂത്തിനും പെരുമ കേട്ട വെന്നിമലയിലെ ശബ്ദം നിലച്ച മിഴാവ് ഒച്ചപ്പെടുത്തിയത് അരനൂറ്റാണ്ടിന് ശേഷം 2023 ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. അതിനായി പ്രയത്നിച്ച ഒരുപിടി കൂടിയാട്ട കലാകാരന്മാരെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം കാലപ്പഴക്കത്താൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിഴാവെന്ന ഖ്യാതി കാലയവനികയ്ക്കുള്ളിൽ ക്ലാവും പൊടിയും പിടിച്ച് മറഞ്ഞു പോകാതിരിക്കാൻ പരിശ്രമിച്ച ക്ഷേത്ര ഭാരവാഹികളുടെയും കൂടിയാട്ട കലാകാരന്മാരുടെയും പരിശ്രമ ഫലമായിട്ടാണ് ഈ വലിയ മിഴാവ് കേടുപാടുകൾ തീർത്ത് വീണ്ടും ഒച്ചപ്പെട്ടത്. വെന്നിമലയിലെ മിഴാവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തുടർച്ചയായി 28 നാൾ നീണ്ടുനിന്നിരുന്ന കൂടിയാട്ടത്തിൽ അഭിഷേക നാടകത്തിലെ ബാലിവതാംഗത്തിന്റെ അവതരണം നടക്കുന്ന ദിവസം പകൽ സമയം ക്ഷേത്രഗോപുരവാതിക്കൽ മിഴാവ് ഒച്ചപ്പെടുത്തിയിരുന്നു അത്രേ. ബാലിവതം കൂടിയാട്ടമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന വിളംബരാർത്ഥമാണത്രേ ഇങ്ങനെ ചെയ്തിരുന്നത്. കൂടിയാട്ടം ചരിത്രകാലം മുതലേ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും കേരളത്തിൽ വെന്നിമലയിലല്ലാതെ മറ്റൊരു ക്ഷേത്രങ്ങളിലും മിഴാവ് ഒച്ചപ്പെടുത്തി വിളംബരം ചെയ്യുന്ന സമ്പ്രദായമില്ല. ഇവിടുത്തെ മിഴാവ് എന്ന് പറയുന്നത് കേരളത്തിലെ കൂത്തമ്പലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന നിലവിലുള്ള മിഴാവുകളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒരു മിഴാവാണ്. പഴക്കവുമുണ്ട് ഈ മിഴാവിന്. അതുപോലെ തന്നെ വെന്നിമലയിലെ കൂടിയാട്ട അവതരണങ്ങൾ ഒരു പ്രത്യേകതയുള്ളത് ബാലിവധം കൂടിയാട്ടം നടക്കുന്ന ദിവസം പണ്ട് മുതൽക്കേ തന്നെ ഈ അനവധി ദിവസങ്ങൾ വിവിധ കഥകൾ അവതരിപ്പിക്കുമ്പോൾ അഭിഷേക നാടകത്തിലെ ബാലിവധാംഗത്തിന്റെ അവതരണം വരുന്ന ദിവസം ഗോപുരത്തിൽ മിഴാവ് ഒച്ചപ്പെടുത്തുക, പകൽ സമയത്ത് ഗോപുരത്തിൽ മിഴാവ് ഒച്ചപ്പെടുത്തുക എന്നുള്ളൊരു പ്രത്യേകത അത് വെന്നിമലയിലെ മാത്രം ആചാരമാണ്. അങ്ങനെ നിരവധി ആചാര പദ്ധതികൾ കൊണ്ടും അവതരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള സവിശേഷതകൾ കൊണ്ടും കൂടിയാട്ടത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന അടയാളപ്പെട്ടിട്ടുള്ള ഒരരങ്ങാണ് വെന്നിമലയിലത്തേത്. വെന്നിമലയിലെ ശ്രീരാമലക്ഷ്മണ സ്വാമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാരൂപമാണത്രേ കൂത്തും കൂടിയാട്ടവും. ഒരിക്കൽ ശൂർപ്പണഖം കൂടിയാട്ടം നടന്നുകൊണ്ടിരിക്കെ ക്ഷേത്രത്തിൽ ഒരു സംഭവം ഉണ്ടായി.